ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 101 എപ്പിസോഡ്. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 14. 54 ലുത്തിനിയായിൽ 54 വാഴ്ത്തുമൊഴികളുണ്ട്. അതിൽ 11-ാമത്തെ കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവ്. കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവ്, മദർ ഇൻവയലേറ്റ്. ലത്തീനിൽ മാതർ ഇൻവിയോലാത്ത, മാതർ ഇൻവിയോലാത്ത. ലൂക്കാസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. ഗബ്രിയേൽ മാലാഖ മറിയത്തിന് അടുക്കൽ വന്ന് അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വാക്ക് കേട്ട് മറിയം പരിഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം എന്ന് മറിയം ഉള്ളിൽ ചിന്തിച്ചു. ഗബ്രിയേൽ മാലാഖ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട, നീ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിനു മേൽ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇങ്ങനെ ഗബ്രിയേൽ മാലാഖ പറഞ്ഞപ്പോൾ മറിയം മാലാഖയോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ലൂക്കാസ് 1:34. ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എങ്ങനെയാണ് മക്കളുണ്ടാവുക എന്നല്ല മറിയത്തിൻ്റെ ചോദ്യത്തിനർത്ഥം. മക്കളുണ്ടാവുന്നത് എങ്ങനെയാണെന്നൊക്കെ മറിയത്തിന് അറിയാം. എനിക്ക് ഭർത്താവില്ലല്ലോ, ഞാൻ കന്യകയാണല്ലേ. എനിക്ക് ഭർത്താവില്ലല്ലോ എന്നല്ല, ഞാൻ കന്യകയാണല്ലോ. അതായത് ഒരു പുരുഷനുമായും ശാരീരികമായി ബന്ധപ്പെടാത്തവളാണല്ലോ എന്നാണ് മറിയം പറയുന്നത്. ഞാൻ കന്യകയാണ്. വിവാഹം നിശ്ചയെല്ലാം കഴിഞ്ഞു, പക്ഷെ ഞാൻ കന്യകയാണ്. എനിക്ക് ഭർത്താവില്ലല്ലോ എന്നല്ല അവൾ പറഞ്ഞത്, പക്ഷെ ഞാൻ കന്യകയാണ്. എന്ന് വെച്ചാൽ ഒരു പുരുഷനുമായും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഇവിടെ ഞാൻ ഒരു പുരുഷനെയും അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അറിയുക എന്നതിന് അനുഭവിക്കുക എന്നാണ് അർത്ഥം. ബൈബിളിൽ അത് ലൈംഗിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് അവളെ അറിഞ്ഞില്ല, മറിയത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ബന്ധപ്പെട്ടില്ല. മത്തായി 1:25 ഇതേക്കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടതാണ്. മറിയം ഒരു പുരുഷനുമായും ബന്ധപ്പെട്ടിട്ടില്ല, ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടില്ല. അവൾ കന്യകയാണ്. അതിനാൽ ഈ വചനം, ഇതെങ്ങനെ സംഭവിക്കുന്ന വചനം മറിയത്തിൻ്റെ വൈവാഹിക സ്ഥിതിയെക്കുറിച്ചല്ല, കന്യകാത്വത്തെക്കുറിച്ചാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്നല്ല മറിയം മാലാഖയോട് പറയുന്നത്. താൻ ഇപ്പോൾ കന്യകയാണ്. ഇനി ഗബ്രിയേൽ മാലാഖ പറയണു, ആ കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് അവള് ഗർഭം ധരിക്കുക, പ്രസവിക്കുക. ഭാവിയിലും അവള് കന്യകയായിരിക്കും. അതാണല്ലോ ഈ ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്. അല്ലെങ്കിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? സാധാരണ സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെട്ട് മക്കളുണ്ടാകാനായിട്ട് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞിട്ട് വേണോ? അത് ദൈവം തന്നിരിക്കുന്ന സർഗശക്തിയല്ലേ. അപ്പം മറിയത്തിൻ്റെ കാര്യത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ അത്ഭുതമാണ്. പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ടുണ്ടാകുന്ന മക്കൾ പോലെയല്ല മറിയത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അത്ഭുതകരമായി ഗർഭധാരണത്തെക്കുറിച്ച് മറിയത്തിൽ പരിഭ്രമം ഉണ്ടായത്. ഇല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ കല്യാണം കഴിച്ച് മക്കളുണ്ടാകുന്നതിൽ എന്ത് പരിഭ്രമമുള്ളത്? ഇത് അത്ഭുതകരമായ ഗർഭധാരണമാണ്. കന്യകാത്വത്തിന് ഭംഗം വരാതെയുള്ള ഗർഭധാരണം. അതെങ്ങനെ സംഭവിക്കുമെന്നാണ് മറിയം ചോദിക്കുന്നത്. ദൈവം തനിക്കൊരു മകനെ തരുമെന്നും അതേ സമയത്ത് തന്നെ താൻ കന്യകയായി തുടരാൻ ദൈവം അനുവദിക്കുമെന്നും ഗബ്രിയേൽ മാലാഖ അറിയിച്ചിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? അല്ല, എങ്ങനെയാണ് മക്കളുണ്ടാവുക എന്നോ അല്ലെങ്കിൽ എനിക്ക് ഭർത്താവില്ലല്ലോ എന്നൊന്നും അല്ല അവൾ പറയുന്നത്. താൻ ഇപ്പോൾ കന്യകയാണ്. കന്യകാത്വത്തിന് ഭംഗം വരാതെ തനിക്കൊരു മകൻ ജനിക്കുമെന്ന് മാലാഖ പറഞ്ഞിരിക്കുന്നു. ഗബ്രിയേൽ മാലാഖ പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? അതാണ് അറിയേണ്ടത്. ഈ വ്യാഖ്യാനമല്ലാതെ മറ്റൊന്നും മറിയത്തിന്റെ പരിഭ്രമത്തിന്റെയും ചോദ്യത്തിന്റെയും പൊരുൾ വെളിപ്പെടുത്തുന്നില്ല. മറിച്ചായിരുന്നു വിചാരിക്കുക. മാലാഖയുടെ അറിയിപ്പ് മറിയത്തിന് പരിഭ്രമം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അത് നിയമപ്രകാരം സാധുവാണ്. ആ ബന്ധത്തിൽ കുഞ്ഞ് ജനിക്കുമെന്നാണ് മാലാഖ പറഞ്ഞതെങ്കിൽ മറിയം എന്തിനു സംഭ്രമിക്കണം? മറിയം വിവാഹ വാഗ്ദാനം നൽകിക്കഴിഞ്ഞു, സാധുവായതാണ്. ജോസഫും മറിയം തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്നാണ് മാലാഖ വന്ന് പറയേണ്ട കാര്യമില്ല. ഇനി പറഞ്ഞാൽ തന്നെ എന്തിനാണ് സംഭ്രമിക്കണേ? അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ. അതിനാൽ മാലാഖ സൂചിപ്പിച്ച ഗർഭധാരണം, അതായത് കന്യകാത്വത്തിന്റെ ഭംഗം വരാതെ ശിശുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുക, അതെങ്ങനെയാണ് സംഭവിക്കുക? ഇതാണ് മറിയം ചോദിച്ചത്. ഈ രഹസ്യത്തെക്കുറിച്ച് വിശുദ്ധ ആഗസ്തീനോസ് നൽകുന്ന മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട്. സൂര്യന്റെ രശ്മി
കണ്ണാടി ചില്ലിനെ തുളച്ചു കയറുന്നെങ്കിലും അത് ചില്ലിന് കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ നീതിസൂര്യനായ ക്രിസ്തുവിനെ മറിയം ഗർഭം ധരിച്ചത് അവളുടെ കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ്. സൂര്യന്റെ രശ്മി കണ്ണാടി ചില്ലിനെ തുളച്ചു കയറുന്നെങ്കിലും അത് ചില്ലിന് കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ നീതിസൂര്യനായ ക്രിസ്തുവിനെ മറിയം ഗർഭം ധരിച്ചത് അവളുടെ കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ്. ഇക്കാര്യം ഗബ്രിയേൽ മാലാഖ മറിയത്തോട് വ്യക്തമാക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും ചോദിച്ചപ്പോൾ നീയും ജോസഫും തമ്മിൽ ബന്ധപ്പെടും, അപ്പോൾ കൊച്ചുണ്ടാവും എന്നല്ല മാലാഖ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ പരിശുദ്ധ ഏകജാതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതേ കാര്യം ജോസഫിനോടും പറയുന്നുണ്ട് ഗബ്രിയേൽ മാലാഖ. മത്തായിയുടെ സുവിശേഷം 1:18 മുതൽ 25 വരെ. ഈ അവന്റെ അമ്മയായ മറിയവും ജോസഫ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി കാണപ്പെട്ടു. ഗർഭിണിയായി എന്ന് കണ്ടു, പരിശുദ്ധാത്മാവിനാൽ. അവിടെ എഴുതിയിരിക്കുകയാണ് 1:18, മത്തായി 1:18. ഇതിന്റെ രഹസ്യമൊക്കെ അറിയാത്ത ജോസഫ് അവളെ വിവാഹമോചനത്തിൽ ഒഴിവാക്കിയാലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ ജോസഫിനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസഫ്, നിന്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവളിൽ ജനിപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാകുന്നു. എന്നിട്ട് ഒരു വേദപുസ്തകത്തിലെ ഒരു തെളിവ് കൂടി നൽകുകയാണ്. കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെയ്ത് നിവൃത്തിയാൽ ഇത് സംഭവിച്ചു. പ്രവാചകൻ പറയുന്നു, ഇതാ കന്യ ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ നർത്തമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവ് കൽപ്പിച്ചു, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവൾ അറിഞ്ഞില്ല. എന്ന് വെച്ചാൽ ജോസഫിന്റെ മകനല്ല യേശു, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. വരെ എന്നതിന് നമ്മൾ ഇന്നലെ വിശദമായിട്ട് കണ്ടു, എന്നേക്കും എന്നാണ് അർത്ഥം. പുത്രനെ പ്രസവിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ മാത്രമല്ല, പ്രസവിച്ചതിന് ശേഷവും. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. വരെ എന്നതിന് എന്നേക്കും എന്നാണ്. അതായത് മറിയത്തിന്റെ കന്യകാത്വത്തിന് ഒരിക്കലും ഭംഗം വന്നില്ല. അവള് ദൈവപുത്രനായ യേശുവിനെ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും പിന്നെ ജീവിച്ചതും എല്ലാം കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും കന്യകാത്വത്തിന് ഭംഗം വരാതെ അമ്മയായ മാതാവായ ഏക സ്ത്രീയാണ് മറിയം. ഒരിക്കലും കന്യകാത്വത്തിന് ഭംഗം വരാതെ അമ്മയായ, അതായത് ശിശുവിനെ പ്രസവിച്ച അമ്മയായ ഏക സ്ത്രീയാണ് മറിയം. അത് മറിയത്തിൽ മാത്രം സംഭവിച്ചതാണ്. പ്രപഞ്ച സൃഷ്ടിയോളം വളരെ വലിയ വിസ്മയമോ അത്ഭുതമോ രഹസ്യമോ ആണിത്. എന്തിന്? ദൈവം തന്നെ മനുഷ്യനാകുകയാണ്. അവളിൽ ജനിക്കുന്ന ശിശു എന്ന് പറഞ്ഞ് ദൈവം തന്നെ മനുഷ്യനായ ആളാ. അത് ഇതുപോലത്തെ ഒരു വിസ്മയത്തിലൂടെയല്ല ജനിക്കേണ്ടത്, ഇതുപോലൊരു അത്ഭുതത്തിലൂടെയല്ല ജനിക്കേണ്ടത്, ഇതുപോലൊരു രഹസ്യത്തിലൂടെയല്ല ജനിക്കേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ജെറോമാണെന്ന് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ അംബ്രോസാന്ന് തോന്നുന്നു, ഈ ദൈവപുത്രനെ ഗർഭം ധരിച്ച മറിയം മറ്റ് ശിശുക്കളെ ഗർഭം ധരിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും കഴിയില്ല, വിചാരിക്കാനും പാടില്ല. കാരണം ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല. മറിയത്തിന് വേറെ മക്കളുണ്ടെന്ന് ഒറ്റ സ്ഥലത്തും എഴുതിയിട്ടില്ല. പിന്നെയുള്ളതൊക്കെ പെന്തക്കോസ്തക്കാരുടെയും യഹോവ സാക്ഷികളുടെയും ദൈവസഭക്കാരുടെയും ബ്രദർ അസംബ്ലിക്കാരുടെയും പ്രൊട്ടസ്റ്റന്റുകാരുടെയും ഒക്കെ വ്യാഖ്യാനങ്ങളാണ്. ബൈബിളിൽ തെളിവുള്ള സംഗതികളല്ല. അത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ കാര്യം ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യവും നിങ്ങൾ അവരോട് പറയണം. വചനം പ്രസംഗിക്കുക. മാനസാന്തരം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ മാനസാന്തരപ്പെട്ട് മറിയത്തിലേക്ക് വരുന്ന ദിവസങ്ങൾ അത് കാത്തിരിക്കുക. അത് ദൈവം ചെയ്യട്ടെ. നമ്മൾ ഈ വചനം അവരോട് പ്രസംഗിക്കുക. മറിയത്തോടുള്ള നമ്മുടെ സ്നേഹം കാണിക്കേണ്ടത് മറിയത്തെക്കുറിച്ചുള്ള വചനങ്ങൾ മറിയത്തെ എതിർക്കുന്നവരോട് പ്രസംഗിച്ചുകൊണ്ട് കൂടിയാണ്. കൂട്ടത്തിൽ നമ്മുടെ മക്കൾക്കും കൂടെയുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. മറിയത്തെക്കുറിച്ചുള്ള സുവിശേഷം അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം തന്നെയാണ്. അത് പ്രസംഗിക്കുക. അതായിരിക്കട്ടെ മറിയത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.